ഹലോ എവ്രി വൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാസ്മിഡ് വെക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലോണിംഗ് ഓഫ് എ ജീൻ? ഒരു ജീന് ക്ലോൺ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം BAM-H1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് BAM-H1. അതിന്റെ ഒരു സീക്വൻസ് ആ പ്ലാസ്മിഡ് വെക്ടറിൽ ഉണ്ടായിരിക്കണം. ICOR1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് ആംബിസിലിൻ കണ്ടെയ്നിങ് ന്യൂട്രിയന്റ് അഗറാണ് സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ആംബിസിലിൻ റെസിസ്റ്റൻസും ഉള്ള ഒരു, അതായത് നമ്മളൊരു സെലക്ടബിൾ മാർക്കറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആംബിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സെലക്ടബിൾ മാർക്കറാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആൾക്കാരെയും ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ആൾക്കാരെയും വേർതിരിച്ചറിയാനുള്ളതാണ് ഈ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി പഠിച്ചതാണ്. സോ ഇവിടെ ചോദിച്ചത് 4 പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ പ്ലാസ്മിഡ് ആരാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് തിയറി അറിയണം ഈ ഒരു ഭാഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇതൊരു ടിപ്പിക്കൽ ഐസർ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് ഒരു പ്ലാസ്മിഡ് വെക്ടർ. അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഒറി. ഈ ഒറി എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാസ്മിഡ് വെക്ടർ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ജീൻ ക്ലോണിങ് നടത്തണമെന്നുണ്ടെങ്കിൽ, ജീൻ ക്ലോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക. നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്മിഡ് വെക്ടർ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവണം, റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പം ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒറി എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. ആ ഒറി എന്ന് പറയുന്ന സീക്വൻസിൽ വെച്ചിട്ടാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് നിങ്ങൾ തിയറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ശരിയല്ലേ? യെസ്. ഇനി ഒരു സെലക്ടബിൾ മാർക്കർ വേണം. ഇവിടുത്തെ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്ന ആരാണ്? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനാണ്. ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ നടന്ന ആളാരാണ്, ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളർത്തിയാൽ മതി. അപ്പോൾ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരുന്ന സർവൈവ് ചെയ്യുന്ന ആളുകൾ ട്രാൻസ്ഫോർമെൻസ് ആയിരിക്കും, സർവൈവ് ചെയ്യാത്ത ആളുകൾ നോൺ ട്രാൻസ്ഫോർമെൻസ് ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മളൊരു സെലക്ടബിൾ മാർക്കർ എന്ന് പറയുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്ന് പറയുന്ന സെലക്ടബിൾ മാർക്കറും ഈ പ്ലാസ്മിഡ് വെക്ടറിലുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. ഇതൊരു കഷ്ണം DNA ആണ്, അതിലൊരു റീജിയൻ ആണ് നമ്മൾക്ക് വേണ്ട ജീന്. ഇതാണ് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ കട്ട് ചെയ്യും അല്ലെ? അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഈ പ്ലാസ്മിഡ് വെക്ടറിൽ വേണമെന്നാണ് പറഞ്ഞത്. ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് ICOR1, നമ്മൾ പഠിച്ചിട്ടുണ്ട്. GAA-TTC ആൻഡ് റെസ്ട്രിക്ഷൻ സീക്വൻസ് എന്നൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ICOR1 വെച്ച് നമ്മൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഭാഗം ICOR1 വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റിക്കി എൻഡ്സ് ഒക്കെ ഉണ്ടാവും. ഇനി ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ അതർ സൈഡ് കട്ട് ചെയ്യുന്നത് BAM-H1 വെച്ചിട്ടാണ്. അതർ സൈഡ് കട്ട് ചെയ്യുന്നത് BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ്. ഓക്കെ. ഇനി ഈ പറയുന്ന പ്ലാസ്മിഡ് വെക്ടറിൽ എന്ത് വേണം? ഇതേപോലെ ഈ ICOR1-ന്റെയും BAM-H1-ന്റെയും റെസ്ട്രിക്ഷൻ സൈറ്റ് വേണം. ശരിയല്ലേ? യെസ്. സപ്പോസ് അത് ഇവിടെയാണ് വരുന്നത് എന്ന് വിചാരിച്ചോ. നോക്ക്, ICOR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ ഉണ്ട്, BAM-H1-ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഞാൻ ICOR1 എന്ന് പറഞ്ഞ എൻസൈം അവിടെ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? അയാൾ പോയിട്ട് ഈ ഒരു ICOR1-ന്റെ ഈ സൈറ്റിൽ കട്ട് ചെയ്യും. ശരിയാണല്ലോ? ഇനി ഞാൻ BAM-H1 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? BAM-H1 ഇവിടെ BAM-H1-ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റിൽ പോയിട്ട് കട്ട് ചെയ്യും. അപ്പം ഇതുപോലെ ഒരു പീസ് ഇവിടെ നിന്ന് പോരും. ശരിയല്ലേ? അത് റിമൂവ് ആയി. ശരിയാണല്ലോ? ഇനി അതേ ICOR1 വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഈ DNA ഈ കഷ്ണത്തിന് ഇവിടെ കട്ട് ചെയ്യുക. അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട്, അതായത് BAM-H1 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും കട്ട് ചെയ്യുക. അപ്പോൾ
ഏത് എൻസൈം ഉപയോഗിച്ചിട്ടാണോ നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുന്നത്, അതേ എൻസൈമിന്റെ റെസ്ട്രിക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ് എവിടെ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലാസ്മിഡ് വെക്ടറിൽ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ആവും. ശരിയല്ലേ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒട്ടിപ്പിടിക്കൂലേ? സ്വാഭാവികമായിട്ട് ഒട്ടിപ്പിടിക്കും. കാരണം എന്താ, ഇവിടെ ഇക്കോ R1ന്റെ ഇവിടെ എന്ത് വെച്ചിട്ടാ കട്ട് ചെയ്തത്, ഇക്കോ R1 വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ ഇക്കോ R1ന്റെ സ്റ്റിക്കി എൻഡ് അവിടെ ഉണ്ടാവും. ആൻഡ് ഇവിടെ എന്ത് വെച്ചിട്ടാ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാം H1 വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പൊ എന്താണ് ഇൻസേർട്ട് ചെയ്തത്, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തത്. അപ്പം ഇതാണ് ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, ഒരു സിംഗിൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കട്ട് ചെയ്യാൻ ബാം H1ഉം അതുപോലെ ഇക്കോ R1ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ തന്നതില് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്മിഡ് വെക്റ്റർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാസ്മിഡ് വെക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലോണിങ് ദിസ് ജീൻ? അതിന്റെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ തന്നു. അപ്പൊ ഇനി നമ്മൾ ഓരോരുത്തരും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാം. നോക്ക്, ഓപ്ഷൻ 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ബാം H1ന്റെ റെസ്ട്രിക്ഷൻ സീക്വൻസ് ഇവിടെയാണ്, ഇക്കോ R1ന്റെ റെസ്ട്രിക്ഷൻ സീക്വൻസ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നോക്ക്, ഇത്ര റീജിയൺ അങ്ങ് പോവും, റിമൂവ് ആവും. അവിടെ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവച്ചു. അവിടെ നോക്ക്, ഇവിടെ ഉള്ള ആദ്യം ഉണ്ടായിരുന്ന ഇത്രയും ഭാഗം പോയി, അതിന് പകരം നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക, ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആംബിസിലിൻ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീൻ ഉണ്ടല്ലോ, അതിപ്പോ റിമൂവ് ആയി. അതായത് സെലക്റ്റബിൾ മാർക്കർ ഇല്ല ഇയാൾക്ക്. ശരിയല്ലേ? അപ്പൊ ട്രാൻസ്ഫോർമെൻസിനെയും നോൺ ട്രാൻസ്ഫോർമെൻസിനെയും മനസ്സിലാക്കാൻ കഴിയില്ല. ശരിയാണല്ലോ? ഇനി ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ ഒറി എന്ന് പറയുന്ന ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നടക്കുന്ന സീക്വൻസും ഇവിടെ ഇല്ല. അപ്പം ഇത് ഒരിക്കലും നല്ലൊരു പ്ലാസ്മിഡ് വെക്റ്റർ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലാസ്മിഡ് വെക്റ്ററിലേക്ക് നമ്മൾ നോക്കാം. ഇവിടെയാണ് ബാം H1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഉള്ളത്, ഇവിടെയാണ് എക്കോ R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഉള്ളത്. ഈ ആളെ നമ്മൾ റിമൂവ് ചെയ്യും അല്ലെ? അപ്പൊ ഇയാളെ രണ്ടാളെയും കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പീസ് റിമൂവ് ചെയ്തു. അതിന് പകരം ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. എന്താ സംഭവിക്കുക, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന് ഇല്ലാതെയായി. ട്രാൻസ്ഫോർമെൻസിന് നോൺ ട്രാൻസ്ഫോർമെൻസിന് മനസ്സിലാവുമോ? ഇല്ല. അപ്പം അവിടെ ഈ ഒരു പ്ലാസ്മിഡ് വെക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും പ്രിഫറബിൾ ആയിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടർ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കാം. ഇവിടെയാണ് ബാം H1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ്, ഇവിടെയാണ് എക്കോ R1ന്റെ. അപ്പൊ ഈ ഒരു കഷ്ണം നമ്മൾ എടുത്ത് റിമൂവ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് കയറ്റി വെച്ചു, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചു. ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ള ജീൻ ഉണ്ട്, അപ്പൊ സെലക്റ്റബിൾ മാർക്കർ ഈ പ്ലാസ്മിഡ് വെക്ടറിലുണ്ട്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് വെക്ടർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അവസാനത്തെ ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറും കൂടെ നോക്കാം. ഇവിടെ ബാം H1ന്റെ സീക്വൻസ് എവിടെയാണുള്ളത്, റെസ്ട്രിക്ഷൻ സീക്വൻസ് കിടക്കുന്നത്, റെക്കഗ്നിഷൻ സീക്വൻസ് കിടക്കുന്നത് ഒറിയിലാണ്. ഓക്കെ, ഇനി ഇക്കോ R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. എന്താ ഇവിടെ പ്രശ്നം, ഇവിടെ ഒറി എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ കൃത്യം നടുക്കായിട്ടാണ് ബാം H1ന്റെ സീക്വൻസും ഇരിക്കുന്നത്. ബാം H1 പോയിട്ട് ഒറിനെ ഇവിടെയല്ലേ കട്ട് ചെയ്യുക. ഒറിയില് അങ്ങനെ പോയി കട്ട് ചെയ്താൽ പിന്നെ ഒറി ഇനാക്റ്റീവ് ആയി മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് എ ജീൻ എന്ന് കേട്ടിട്ടില്ലേ? ആ ജീന് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഒരു ജീനിന് സംഭവിക്കുന്നത് പോലെ ഒറിയിൽ വന്നിട്ട് കട്ടായാൽ ആ ഒറി സീക്വൻസും ഡിസ്റപ്റ്റഡ് ആയി മാറി. പിന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വർക്ക് ചെയ്യോ? ഇല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇത് ഒരിക്കലും പിന്നെ പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൽ പോയിട്ട് ക്ലോണിങ് നടക്കില്ല. അപ്പം ഓപ്ഷൻ ഡിയും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ എന്താണ് ആൻസർ വരിക? ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അപ്പൊ ഇതുപോലെയുള്ള പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെ ചോദ്യങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ നിരന്തരം കാണാറുണ്ട്. ഇതുപോലത്തെ ഒരു ചോദ്യം ഒരിക്കലും നീറ്റ് എക്സാമിന് നമ്മൾ കണ്ടിട്ടും ഇല്ല. അപ്പം ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ കോൺസെപ്ച്വലി അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരിക. അപ്പൊ നീറ്റ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജി കുറച്ചും കൂടെ
അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റ് സീരീസുകളും ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്കും അതിന്റെ തിയറി പാർട്ട് നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഐസറിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ ഒരു ഐസർ ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു കോച്ചിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ വെബ്സൈറ്റിലും പോയി നോക്കുക. ആൻഡ് രജിസ്ട്രേഷന്റെ കാര്യങ്ങളും ആ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. സോ മിഷൻ ഐസറിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.